ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി താൻ നേടിയെടുത്തതെല്ലാം വിക്ടർ ഇമ്മാനുവൽ ചക്രവർത്തിയുടെ കാൽക്കലർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വിരമിച്ച ത്യാഗവര്യനായിരുന്നു ഗാരിബോൾഡി. എന്നാൽ അദ്ദേഹത്തെ പോലും അതിശയിപ്പിക്കുമാറ് ചെറുപ്പകാലം മുതൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതിസാഹസികമായി താൻ നേടിയെടുത്തതെല്ലാം സുഭാഷ് ചന്ദ്രബോസ് എന്ന ധീരദേശാഭിമാനിയുടെ കാൽക്കലർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ധർമ്മഭടനായി പ്രവർത്തിച്ച ത്യാഗവര്യനായിരുന്നു റാഷ് ബിഹാരി ബോസ്. പാറ്റ്ന ഗവൺമെന്റ് പ്രസ്സിലെ ഒരു ക്ലാർക്കായിരുന്ന വിനോദ് ബിഹാരി ബോസിന്റെ മകനായി റാഷ് ബിഹാരി ബോസ് 1886 മെയ് 25 ഹൂഗ്ലി ജില്ലയിലെ പരാല ബിഗാട്ടി ഗ്രാമത്തിൽ ജനിച്ചു. യഥാസമയത്ത് തന്നെ കൊച്ചു രാഷിനെ സ്കൂളിൽ ചേർത്തുവെങ്കിലും പഠിത്തത്തേക്കാൾ കൂടുതൽ താൽപ്പര്യം സ്പോർട്സിലും ലാത്തിപ്രയോഗത്തിലുമൊക്കെയായിരുന്നു. ബംഗാളിലെ മണിക് തല ഗാർഡൻ ഗ്രൂപ്പിലെ വിപ്ലവകാരികളുമായി ബന്ധപ്പെട്ട് രഹസ്യപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ റാഷ് ബിഹാരി കൂടുതൽ താൽപ്പര്യം കണ്ടെത്തി. മൂരാരി പൂക്കാർ ഗാർഡനിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ റാഷ് ബിഹാരിയുടെ 2 കത്തുകൾ കണ്ടെടുത്തത് കാരണം ആലിപ്പൂർ ബോംബ് കേസിൽ അദ്ദേഹത്തിന്റെ നില അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ റാഷിനെ രഹസ്യമായി ഡെറാഡൂണിലേക്ക് അയച്ചു. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഓഫീസറായി ജോലി കിട്ടിയതോടെ പോലീസിന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ ബോംബുകൾ നിർമ്മിക്കുന്നതിനും വിപ്ലവ സംഘടനകളെ യോജിപ്പിക്കുന്നതിനും റാഷിന് സാധിച്ചു. അങ്ങനെ പല വിപ്ലവ ഗ്രൂപ്പുകളും ഒരേ നേതൃത്വത്തിന് കീഴിൽ വരികയുണ്ടായി. ബംഗാളിലെ വിപ്ലവ പ്രവർത്തനങ്ങളിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് കൂടുതൽ സുരക്ഷിതമായ ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ വിപ്ലവകാരികൾ ഒരിക്കലും തലകുനിക്കാൻ തയ്യാറായില്ല. 1912 ഡിസംബർ 21 ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയതിന്റെ വാർഷികം വമ്പിച്ച പരിപാടികളോടെ ആഘോഷിക്കാൻ ഇന്ത്യൻ വൈസ്രോയി ഹാർഡിംഗ് പ്രഭു തീരുമാനിച്ചു. വൈസ്രോയിയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര വമ്പിച്ച ഘോഷങ്ങളോടെ ഡൽഹിക്കടുത്തുള്ള ചാന്ദിനി ചൗക്കിൽ എത്തിയപ്പോൾ ബസന്ത് കുമാർ എന്ന വിപ്ലവകാരി വൈസ്രോയിക്ക് നേരെ ബോംബെറിഞ്ഞു. വൈസ്രോയിക്ക് സാരമായി പരിക്കുപറ്റുകയും സുരക്ഷാഭടൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ആ വമ്പിച്ച ഘോഷയാത്ര ചിന്നിച്ചിതറിപ്പോയി. ഈ സംഭവം ലോകത്താകമാനമുള്ള വിപ്ലവകാരികളെ ആവേശഭരിതരാക്കി. ഈ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ബസന്ത് കുമാറും റാഷ് ബിഹാരി ബോസും സുശക്തമായ പോലീസ് സംഘത്തെ വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഡൽഹി സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ റാഷ് ബിഹാരി ബോസ് ഡെറാഡൂണിൽ തിരിച്ചെത്തുകയും വമ്പിച്ച ഒരു പൊതുയോഗം സംഘടിപ്പിച്ചുകൊണ്ട് പ്രസ്തുത സംഭവത്തെ അതിനിശിതമായി വിമർശിച്ച് സർക്കാരിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. പോലീസിന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ സെൻട്രൽ ഇന്റലിജൻസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. കുറെ കാലത്തിനു ശേഷം ഡൽഹി ഗൂഢാലോചന കേസെന്ന പേരിൽ ഈ സംഭവത്തിന് ഉത്തരവാദികളായ പലരെയും ശിക്ഷിക്കുകയുണ്ടായെങ്കിലും പ്രധാന സൂത്രധാരനായ റാഷ് ബിഹാരിയെ പിടികിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ സർക്കാർ ഗസറ്റിലും മറ്റ് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ തലയ്ക്ക് 75,000 രൂപ വില കിട്ടുകയും ചെയ്തുവെങ്കിലും അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞില്ല. 1-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം ഭാരതത്തിലെ വിപ്ലവകാരികൾക്ക് ഒരു സുവർണ അവസരം നൽകി. കണ്ണു തുറന്ന് സിംഹത്തെ പോലെ രണാങ്കത്തിലേക്ക് എടുത്തു ചാടാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഗദ്ദർ പാർട്ടി പ്രവർത്തകരുടെ ആഹ്വാനം കേട്ട് വിദേശങ്ങളിലെ നിരവധി ദേശസ്നേഹികൾ മാതൃഭൂമിയുടെ മോചനത്തിനായി പൊരുതാൻ ഭാരതത്തിലെത്തിക്കൊണ്ടിരുന്നു. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതത്തിലെ വിപ്ലവകാരികൾ ജർമ്മനിയുടെ സഹായത്തോടെ ലാഹോർ മുതൽ ധാക്ക വരെ വ്യാപിക്കുന്ന വമ്പിച്ചൊരു സായുധ വിപ്ലവത്തിന് ഏർപ്പാടുകൾ ചെയ്തു. 1914 ഭാരതത്തിലെത്തിയ വിദേശങ്ങളിലെ ഭാരത വിപ്ലവകാരികളുടെ നേതാവ് പിംഗള റാഷ് ബിഹാരിയുമായി ബന്ധപ്പെടുകയും വിപ്ലവത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. ബനാറസ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇവർ വിപ്ലവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വമ്പിച്ച സായുധ വിപ്ലവം 1915 ഫെബ്രുവരി 21 നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരുന്നു. വിദേശികളെ കൊല്ലുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, പട്ടാള ക്യാമ്പുകളും ട്രഷറികളും കൊള്ളയടിക്കുക, റെയിൽവേകളും ടെലിഫോണുകളും നശിപ്പിക്കുക എന്നു തുടങ്ങി 1 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യക്ക് വീണ്ടും അടിമത്തം തന്നെയാണ് വിധിച്ചത്.
കൃപാൽ സിംഗ് എന്നയാൾ പോലീസിന് വിവരം കൊടുത്തത് കാരണം രാജ് ബിഹാരിയുടെ ലാഹോറിലെ കേന്ദ്രം പോലീസ് വളയുകയും ബോംബുകളും മാരകായുധങ്ങളുമായി പല നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാജ് ബിഹാരി പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടെങ്കിലും ഈ വിപ്ലവ ശ്രമങ്ങളെല്ലാം പോലീസ് ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തി. വടക്കേ ഇന്ത്യയിലെ എല്ലാ വിപ്ലവ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടുകൂടി വിദേശത്തു പോയി പുറമേ നിന്നുള്ള ഒരു ആക്രമണത്തിന് വഴിയുണ്ടാക്കാൻ രാജ് ബിഹാരി തീരുമാനിച്ചു. ലാഹോറിൽ നിന്നും രക്ഷപ്പെട്ട് ബനാറസിലെത്തിയ സ്വാമി വിദ്യാനന്ദയുടെ കൂടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം കൽക്കത്തയിലെ സുഹൃത്തുക്കളോട് തന്റെ ആഗ്രഹം അറിയിച്ചു. കൽക്കത്തയിലെ ജുഗാന്തർ മെമ്പർമാർ സംഘടിപ്പിച്ച 10,000 രൂപയും രാജ PN ടാഗോർ എന്ന പാസ്പോർട്ടുമായി 1915 മെയ് 12 രാജ് ബിഹാരി ജപ്പാനിലേക്ക് കപ്പൽ കയറി. ജൂൺ 15 ജപ്പാനിലെത്തിയെങ്കിലും ബ്രിട്ടീഷ് ചാരന്മാർ അവിടെയും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ജപ്പാനും ബ്രിട്ടനും സഖ്യത്തിലായതുകൊണ്ട് ഇന്ത്യൻ വിപ്ലവകാരികളുടെ പ്രവർത്തനങ്ങൾ ജപ്പാനിൽ ഏറ്റവും അപകടകരമായി തീർന്നു. ജാപ്പനീസ് ഫോറിൻ ഓഫീസും ബ്രിട്ടീഷ് ചാരന്മാരും അവരെ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും ജപ്പാനിലെ പ്രസിദ്ധമായ ബ്ലോക്ക് ഡ്രാഗൺ സൊസൈറ്റി നേതാവ് ഇവരെ രഹസ്യമായി ഒരു ഹോട്ടലിൽ താമസിപ്പിക്കുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 1916 ഏപ്രിൽ മാസത്തിൽ ബ്രിട്ടൻ ജപ്പാന്റെ ഒരു കപ്പൽ ആക്രമിച്ചതോടെ ബ്രിട്ടനുമായുള്ള ജപ്പാന്റെ ബന്ധം താറുമാറാകുകയും രാജ് ബിഹാരി ബോസിന് പരസ്യമായി രംഗത്തിറങ്ങാൻ സാധിക്കുകയും ചെയ്തു. തന്നെ രഹസ്യമായി താമസിപ്പിച്ച ഹോട്ടലുടമയുടെ മകളെ വിവാഹം കഴിക്കുകയും ജപ്പാൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തതോടെ തന്റെ ദൗത്യം സ്വീകരിക്കാൻ ധൈര്യത്തോടെ രംഗത്തിറങ്ങാൻ രാജ് ബിഹാരി ബോസിന് സാധിച്ചു. പല സംഘടനകൾ രൂപീകരിക്കുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും 1914 ജപ്പാൻ യുദ്ധത്തിലിറങ്ങുകയും ചെയ്തതോടെ രാജ് ബിഹാരി ബോസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. 1942 മെയ് 15 ജപ്പാൻ സിംഗപ്പൂർ പിടിച്ചെടുത്തതോടെ അവിടെയുണ്ടായിരുന്ന 32,000 ഇന്ത്യൻ ഭടന്മാർ ജപ്പാന്റെ അധീനതയിലായി. ഈ ഭടന്മാരെ ഉപയോഗപ്പെടുത്തി ഒരു ദേശീയ സൈന്യം രൂപീകരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയെ പുറമേ നിന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു. 1942 മാർച്ച് 28 ജപ്പാൻ, ചൈന, തായ്ലൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ ഭാരതീയരുടെ ഒരു വമ്പിച്ച യോഗം ടോക്കിയോയിൽ വിളിച്ചുകൂട്ടി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിക്കുകയും ഒരു ദേശീയ സൈന്യം രൂപീകരിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. 1942 സെപ്റ്റംബർ 1 ഇന്ത്യൻ പൂർവ്വ സൈന്യം രൂപീകരിച്ചു. രാജ് ബിഹാരി അധ്യക്ഷനായി. ഒരു യുദ്ധ കൗൺസിലും സ്ഥാപിച്ചു. 1942 ബാങ്കോക്കിൽ ചേർന്ന വമ്പിച്ച യോഗത്തിന്റെ ക്ഷണമനുസരിച്ച് ഈ ഭാഗത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ 1943 ഏപ്രിൽ മാസത്തിൽ ഒരു മുങ്ങിക്കപ്പലിൽ പല അപകടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്നും ജപ്പാനിലേക്ക് തിരിച്ചു. ജൂൺ 20 ടോക്കിയോവിലെത്തിയ സുഭാഷ് ചന്ദ്രബോസിന് ഗംഭീരമായൊരു സ്വീകരണമാണ് ജാപ്പനീസ് ഗവൺമെന്റ് നൽകിയത്. സുഭാഷ് ചന്ദ്രബോസിന്റെ വരവോടെ ജപ്പാനിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പുതിയ അലകൾ ഉയരാൻ തുടങ്ങി. 1943 ജൂലൈ 4 സിംഗപ്പൂരിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ സുഭാഷ് ചന്ദ്രബോസിന് ദേശസേവക് എന്ന പേര് നൽകിക്കൊണ്ട് നിരവധി വർഷങ്ങളായി താൻ നേടിയെടുത്ത പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കാൽക്കലർപ്പിച്ച് രാജ് ബിഹാരി എന്ന ത്യാഗവര്യൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു പ്രവർത്തകനായി മാറി. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ആസാദ് ഹിന്ദു ഗവൺമെന്റ് രൂപീകരിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡൽഹി ചലോ എന്ന വീരമന്ത്രം മുഴക്കിക്കൊണ്ട് ദേശീയ സൈന്യം മുന്നേറിക്കൊണ്ടിരുന്ന അവസരത്തിൽ കലശലായ രോഗം ബാധിച്ച് രാജ് ബിഹാരി ബോസ് കിടപ്പിലായി. സ്വതന്ത്ര ഭാരതത്തിൽ ഹിമാലയ സാനുക്കളിൽ ആശ്രമമുണ്ടാക്കി അവിടെ കിടന്ന് എനിക്ക് മരിക്കണമെന്ന തന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചില്ലെങ്കിലും ഇന്ത്യൻ ദേശീയ സൈന്യം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ധീരമായി മുന്നേറുന്ന വാർത്തകൾ ശ്രവിച്ചുകൊണ്ട് ആ ധീര ദേശാഭിമാനി 1945 ജാനുവരി 21 മരണമടഞ്ഞു.